ശബരിമല സ്വർണ്ണപ്പാളി മോഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. രഹസ്യ കേന്ദ്രത്തിലാണ് ചോദ്യം ചെയ്യൽ. ഡാൻ കുര്യൻ ചേർന്നു. ഡാൻ, സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് വലിയ ഇടപെടൽ ഇയാൾക്കുണ്ട് എന്നുള്ള ആ ബോധ്യത്തോടു കൂടി നടക്കുന്ന ചോദ്യം ചെയ്യൽ, പ്രധാനമായിട്ടുള്ള വിവരങ്ങൾ എന്താണ് പുറത്തുവരുന്നത്? ഈ ചോദ്യം ചെയ്യൽ അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ, അതായത് പ്രത്യേക അന്വേഷണ സംഘം ഈ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകളിൽ അന്വേഷണം ആരംഭിച്ച സമയം തന്നെ ഉടൻ ചോദ്യം ചെയ്യൽ നടന്നേക്കുമെന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിജിലൻസിന്റെ പ്രത്യേക, അതായത് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചതിന് ശേഷം ദേവസ്വം വിജിലൻസ് SP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് തുടർന്നുള്ള അന്വേഷണം എങ്ങനെ വേണമെന്നൊരു കാര്യത്തിൽ ധാരണയിലെത്തുകയും അങ്ങനെ ആദ്യ എഫ്ഐആറിൽ 1-ാം പ്രതിയായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് ഇപ്പോൾ കടക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് നൽകുന്ന മറുപടികൾ തൃപ്തികരമല്ല എങ്കിൽ കസ്റ്റഡിയിലെടുത്ത് തുടർ നീക്കങ്ങളിലേക്ക് കടക്കുന്നതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ഉദ്യോഗസ്ഥരും തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടായിരുന്നുവെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതാണ്. അതുകൊണ്ട് തന്നെ ആ തെളിവുകൾ കൂടി പരിശോധിച്ചതിന് ശേഷമാണ് SIT ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യം ചോദ്യം ചെയ്യുകയും പിന്നീട് ചോദ്യം ചെയ്യൽ മറ്റ് 9 ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് എത്താനുമാകും സാധ്യത. അതിനുശേഷമായിരിക്കും 2019 ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് വിവരങ്ങൾ തേടാനുള്ള നീക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. ഡാൻ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കോൾ ലിസ്റ്റുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൂടുതൽ ആൾക്കാർ, ഈ ദേവസ്വത്തിലെയും കൂടുതൽ ജീവനക്കാർ അല്ലെങ്കിൽ മറ്റ് ഉന്നതരായിട്ടുള്ള വ്യക്തികൾ, അങ്ങനെ ഒക്കെ ഈ പോറ്റി ബന്ധപ്പെട്ടതിന്റെ വിവരങ്ങളൊക്കെ അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ സംബന്ധിച്ച വിവരങ്ങളുണ്ടോ നമുക്കിപ്പം? അത് സംബന്ധിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു പ്രത്യേക കേസിൽ മാത്രമല്ല, കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. അതായത് ചില ഭൂമി ഇടപാടുകളടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തുന്നുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം, മാത്രമല്ല ഈ ബിനാമിയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രവർത്തിച്ചത് എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അത് നീക്കുക, ആ അവ്യക്തത നീക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അങ്ങനെ ബിനാമിയായിട്ടാണ് പ്രവർത്തിച്ചതെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ബിനാമിയാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടി കണ്ടെത്തേണ്ടത് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ അനിവാര്യതയായി മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. അതോടൊപ്പം തന്നെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നു അന്വേഷണ സംഘം എന്നുള്ള കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ? അതുമായി ബന്ധപ്പെട്ട നിലവിൽ പ്രത്യേക വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. നിലവിൽ നമുക്ക് സ്ഥിരീകരിക്കാവുന്ന തരത്തിൽ ലഭ്യമാകുന്ന സൂചനകൾ ഞാൻ നേരത്തെ പങ്കുവച്ച കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഈ കേസിൽ മാധ്യമങ്ങൾക്കോ അതല്ല എങ്കിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പുറത്തേക്ക് ലീക്കാകാൻ പാടില്ല എന്ന കൃത്യമായ നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് സംബന്ധിച്ച വിവരങ്ങൾ തേടുന്നതിനും അത് സ്ഥിരീകരിക്കുന്നതിനും വലിയ പരിമിതി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത് എവിടെയാണ് എന്ന കാര്യത്തിൽ അടക്കം ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് എന്നത് ഉറപ്പിക്കാവുന്ന സൂചനകൾ തന്നെയെന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകുന്നത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. ഏതായാലും പ്രത്യേക രഹസ്യ കേന്ദ്രത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ, ശബരിമല സന്നിധാനം, കൊച്ചി, ഇവിടെ നിന്നൊക്കെ ശേഖരിച്ച തെളിവുകളൊക്കെ എത്രത്തോളമാണ് സ്വർണ്ണമോഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക് വ്യക്തമാക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ തുടരുന്നത്. ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ വലിയ ഇടപെടൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത്. ഇതിൽ ഹൈക്കോടതി കൃത്യമായ നിർദ്ദേശം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കൂടിയാണ് നടക്കുന്നത്. 6 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം. അതോടൊപ്പം തന്നെ അന്വേഷണ പുരോഗതി 2 ആഴ്ച കൂടുമ്പോൾ ഹൈക്കോടതി അറിയിക്കണമെന്നുള്ള നിർദ്ദേശവുമുണ്ട്. ആ പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് നടക്കുന്നത് എന്നുള്ള വിവരമാണ് മനസ്സിലാക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.